നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാനിൽ അമേരിക്കയുടെ ശക്തമായ ആക്രമണം, 3 പേർ കൊല്ലപ്പെട്ടു. കുവൈറ്റിൽ ഇറാന്റെ തിരിച്ചടി, ഒരു തൊഴിലാളി മരിച്ചതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം. PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ. LDF കാലത്ത് ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനാകില്ലെന്നും പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകൾ മന്ത്രിസഭാ ഉപസമിതി തെരഞ്ഞെടുക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. PM ശ്രീ കടലിൽ കളയുമെന്ന് പറഞ്ഞവരാണ് പദ്ധതി നടപ്പാക്കാൻ പോകുന്നതെന്ന് CPM. മദ്യനയത്തെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തി UDF യോഗം. ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷ അട്ടിമറിക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇടത് സംഘടനാ നേതാവിന് 1ാം റാങ്ക് ലഭിക്കാൻ ഉത്തരമെഴുതാത്ത 54 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ ഒഴിവാക്കി. പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. CJP സമരത്തിലെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ നിർണായക ചോദ്യവുമായി സുപ്രീം കോടതി. അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൽ പോലീസിനെ എങ്ങനെ വിലക്കുമെന്ന് കോടതി. സമരത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന് ഡൽഹി സർക്കാരിന് നിർദ്ദേശം. സമരത്തിലെ നടപടി പ്രോട്ടോകോൾ പാലിച്ചെന്ന് CRPF റിപ്പോർട്ട്. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യക്കാർ ഫൈനലിൽ. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഖുഷമിലെ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. അതേസമയം കുവൈറ്റിലും ജോർദാനിലും തിരിച്ചടിച്ച് ഇറാൻ. ജോർദാനിൽ അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ഇറാനെ തവിടുപൊടിയാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ച അമേരിക്ക. ഇറാനിൽ US നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഖുഷമിലെ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിലാണ് ദമ്പതികളും 2 വയസ്സുള്ള മകളും കൊല്ലപ്പെട്ടത്. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കൻ സേനയുടെ ശക്തമായ വ്യോമാക്രമണം. തെക്കൻ ഇറാനിലെ അബ്മൂസ, ഖുഷം ദ്വീപുകളിലും പ്രധാന ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷർ പ്രവിശ്യയിലും ബന്ദർ അബ്ബാസിലും ശക്തമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തുറമുഖമായ ഡാമിയറ്റിയിലുണ്ടായ അപ്രതീക്ഷിത സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന് നേരെ അതിശക്തമായ സൈനികാക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ എല്ലാ ഭീഷണികളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഇറാൻ US-മായി യാതൊരുവിധ ചർച്ചയ്ക്കുമില്ലെന്ന് വ്യക്തമാക്കി. അതിനിടെ കുവൈറ്റിലും ജോർദാനിലും കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകിയത്. കുവൈറ്റിന്റെ വടക്കൻ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി മരിച്ചതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടം ആക്രമിക്കാൻ ലക്ഷ്യമിട്ടതായാണ് റിപ്പോർട്ട്. സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതായി കുവൈറ്റ് മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ഉണ്ടാകുന്ന വെല്ലുവിളികളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നിലവിൽ രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്ന് യോഗം വിലയിരുത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ തുടങ്ങി മുതിർന്ന കേന്ദ്രമന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. UDF അധികാരത്തിലെത്തിയ ശേഷം ചേർന്ന ആദ്യ മുന്നണി യോഗത്തിലാണ് നിർണായക തീരുമാനം. മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ പിന്നോട്ടുപോക്ക് സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നാൽ ഏതൊക്കെ സ്കൂളുകൾ എന്ന് തീരുമാനിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. മദ്യനയത്തെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്താനും തീരുമാനമായി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നഖശിഖാന്തം എതിർത്ത PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനാണ് UDFന്റെ തീരുമാനം. പദ്ധതി പഠിക്കാൻ മന്ത്രിതല ഉപസമിതിയെ തീരുമാനിച്ചെങ്കിലും റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നടപടിയിലേക്ക് പോവുകയാണ് സർക്കാർ. LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ
കൈക്കൊള്ളുന്നതാണ്. മുൻ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് നേതാക്കളുടെ ആവർത്തിച്ചുള്ള പ്രതികരണം. എന്നാൽ ഫണ്ടാണ് പ്രശ്നമെന്ന് പ്രതികരണത്തിൽ നിന്നും വ്യക്തം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട വിവിധ മേഖലകളിൽ നിന്ന് ലഭ്യമാകേണ്ട ഫണ്ടുകളുണ്ട്. അത് ആരുടെ ഔദാര്യമായി കിട്ടുന്നതല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന ഫണ്ട് എന്നുള്ള നിലയിൽ അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. മദ്യനയത്തിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വിഷയം പഠിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തും. മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഒരു ഉപസമിതിയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനങ്ങൾ, ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ച് അത് നടപ്പാക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. സ്വകാര്യ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനും UDFന് അനുകൂല നിലപാടാണ്. എല്ലാ മാസവും UDF ചേരാനും ഇന്നത്തെ നിർണായക യോഗത്തിൽ തീരുമാനമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF സർക്കാർ BJP അജണ്ട നടപ്പിലാക്കുന്നുവെന്ന് CPM നേതാവ് P. രാജീവ്. LDFന്റെ നയമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ UDF രാജിവെച്ചിട്ട് LDF ഭരിക്കട്ടെ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ കടലിൽ കളയുമെന്ന് പറഞ്ഞവരാണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. PM ശ്രീയിലെ രണ്ടാമത്തെ ഫണ്ട് ഉദ്യോഗസ്ഥർ വാങ്ങിയത് മന്ത്രി അറിയാതെയാണോ എന്നും എങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നും P. രാജീവ് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ രാജിവെച്ചിട്ട് LDF തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ പിന്നെ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചത്? തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താ പറഞ്ഞിരുന്നത്? ഒപ്പിടാതിരിക്കുന്ന ഏത് സാഹചര്യമാണ് ഉണ്ടായത്? ഞങ്ങൾ വന്നാൽ ഇത് അറബിക്കടലിൽ വലിച്ചെറിയും. RSS അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള രഹസ്യധാരണ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ടതിന് ശേഷമാണ് ഒപ്പിട്ടത്. PSC പരീക്ഷ അട്ടിമറിക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. CPM അനുകൂല സംഘടനാ നേതാവിന് 1ാം റാങ്ക് ലഭിക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. 1ാം റാങ്കുകാരൻ ഉത്തരം എഴുതാതിരുന്ന 54 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ ഒഴിവാക്കിയതായും കണ്ടെത്തി. പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി ഉടൻ വിളിച്ചുവരുത്തും. ആസൂത്രണ ബോർഡിലേക്ക് PSC നടത്തിയ വിവാദ പരീക്ഷയിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. ഇടത് സർവീസ് സംഘടനയുമായി ബന്ധമുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭ്യമാക്കാൻ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ബോധപൂർവമായ തിരിമറി നടത്തി. 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ റദ്ദാക്കിയതാണ് പ്രധാനമായും സംശയത്തിന് വഴിവെച്ചത്. ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ 1ാം റാങ്കുകാരൻ തെറ്റിച്ചെഴുതിയ 6 ചോദ്യങ്ങളും ഉത്തരമെഴുതാതിരുന്ന 4 ചോദ്യങ്ങളും അപ്രത്യക്ഷമായി എന്ന് കണ്ടെത്തി. 1ാം റാങ്കുകാരന് ഉയർന്ന മാർക്ക് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഒഴിവാക്കിയതെന്നാണ് SITയുടെ നിഗമനം. ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന PSCയിലെ ചില ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പരീക്ഷാ വിഭാഗം കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുക്കും. ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ വിശദാംശങ്ങളും ശേഖരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CJP സമരത്തിലെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് നിർദ്ദേശിച്ച സുപ്രീം കോടതി. അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൽ പോലീസിനെ എങ്ങനെ വിലക്കാനാകുമെന്നും കോടതി ചോദിച്ചു. അതേസമയം സമരത്തിലെ നടപടി പ്രോട്ടോകോൾ പാലിച്ചെന്ന് CRPF റിപ്പോർട്ട്. നിയമപരമായി കൃത്യനിർവഹണം നടത്തുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും CRPF ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. കോക്രോച്ച് പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ ഉൾപ്പെടെ പരിക്കേറ്റ എല്ലാവർക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീം കോടതി ഡൽഹി സർക്കാരിനോട് നിർദ്ദേശിച്ചു. സമരത്തിനിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. അസാധാരണ സാഹചര്യങ്ങളിൽ പോലീസിന് ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ഇതിലൊന്നാണ് പെല്ലറ്റ് ഗൺ ഉപയോഗമെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടത്. ലാത്തിചാർജിനും കണ്ണീർ വാതകത്തിനും ശേഷവും അക്രമാസക്തമായ കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് എങ്ങനെ വിലക്കാനാകുമെന്നും കോടതി ചോദിച്ചു. സുരക്ഷാ സേനകളുടെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് മാർഗനിർദ്ദേശം തയ്യാറാക്കേണ്ടി വരുമെന്നും കോടതി പരാമർശിച്ചു. ജന്തർ മന്ദിറിൽ വിന്യസിച്ച RAFന്റെ ആയുധോപയോഗത്തിന്റെ വിവരങ്ങൾ രേഖയായി സൂക്ഷിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം സമരത്തിൽ പ്രോട്ടോകോൾ പാലിച്ചാണ് എല്ലാ നടപടിയും സ്വീകരിച്ചതെന്ന് CRPF ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. നിയമപരമായി കൃത്യനിർവഹണം നടത്തുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞിരുന്നു. चाहे हमारी
ऑपरेशनल बटालियंस हों, चाहे हमारी लॉ एंड ऑर्डर की यूनिट्स हों, आप सभी राष्ट्रहित में, जनहित में, बलहित में जो भी निर्णय लेते हैं, जो भी एक्शन लेते हैं, जो कि बोनाफाइड डिस्चार्ज ऑफ ड्यूटी में है, ഭയമില്ലാതെ ചുമതല നിർവഹിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. സമരത്തിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന RAF ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് അനുമതി നൽകില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. അവസരത്തിനൊത്ത് നിലപാട് മാറ്റി പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വിമർശിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പോലീസ് അതിക്രമത്തിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കും വരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് മറുപടി പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തിയ ശേഷമായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അമിത്ഷാ പാർലമെന്റിലെത്താത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ ആദ്യം 2 മണി വരെയും പിന്നീട് ഇന്നത്തേക്കും ലോക്സഭ പിരിഞ്ഞു. आप लोग सभी अपने अपने स्थान पर विराजे, प्लीज. सभी लोगों से निवेदन है. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ലോക്സഭ പാസാക്കി. സമരക്കാർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് മറുപടി വേണമെന്നും എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വരാത്തതെന്നും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ചോദിച്ചു. Yes. We saw the banner hours. Who ordered police action in Delhi? Who ordered firing in Delhi against students? We need an answer from the Home Minister of India. Why Home Minister of India running away from the Parliament? He is running away from the Parliament and you are not even allowing LOP to speak. അവസരത്തിനൊത്ത് നിലപാട് മാറ്റിക്കൊണ്ട് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വിമർശിച്ചു. ഓരോ വിഷയങ്ങളിലും ചർച്ച നടക്കുമ്പോൾ മറ്റൊരു വിഷയമുയർത്തി പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. और हाउस न चलने दिया जाए, इसी में उनका सारा ध्यान है. और इसके साथ साथ मैंने यह भी देखा है कि विपक्ष मुद्दा विहीन है. हमेशा गोल पोस्ट चेंज करना इनकी आदत है. ആഭ്യന്തരമന്ത്രി ആരെയും ഭയക്കുന്നില്ല എന്നും രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് അദ്ദേഹത്തെ ഭയപ്പെടുന്നതെന്നും BJP MPമാർ പ്രതികരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച. മുൻ കോൺഗ്രസ് സർക്കാരുകൾ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ആവശ്യമായ നിയമനിർമ്മാണം നടത്തിയില്ലെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചർച്ചയ്ക്കിടെ BJP സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി നൽകണമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. വിശദീകരണം നൽകിയില്ലെങ്കിൽ രാജിവെക്കണമെന്നും ഇല്ലെങ്കിൽ ജനങ്ങളുടെ ശക്തി തിരിച്ചറിയുമെന്നും ഖാർഗെ പറഞ്ഞത് പ്രതിഷേധത്തിന് കാരണമായി. മനുസ്മൃതി ഉന്നയിച്ച് നടത്തിയ ഖാർഗെയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കി. പുനർജനി കേസിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. VD സതീശനെതിരെ ഒരു തെളിവും കണ്ടെത്താനായില്ല എന്നും എല്ലാ കേസും അവസാനിപ്പിച്ചതായും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. കേസ് CBIക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. VD സതീശനെ രാഷ്ട്രീയമായി ഏറെ വേട്ടയാടപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിടുതൽ നൽകിയിരിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതിയിലാണ് ക്രമക്കേട് നടന്നെന്ന ആരോപണം ഉയർന്നത്. പറവൂരിൽ വീടും ഉപജീവനവും നഷ്ടപ്പെട്ടവർക്കായി ആവിഷ്കരിച്ച പദ്ധതിക്ക് വേണ്ടി VD സതീശൻ വിദേശത്ത് പണപ്പിരിവ് നടത്തിയെന്നാണ് ആരോപണം. ദുബായിലും UK-യിലും നടത്തിയ സന്ദർശനത്തിൽ പദ്ധതിക്കായി സതീശൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇതിൽ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി ആദ്യഘട്ടത്തിൽ കേസ് അവസാനിപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സ്പീക്കറുടെ അനുമതിയില്ലാതെ നടത്തിയ വിദേശയാത്രയും ഹെമ നിയമചട്ടവും പരിശോധിക്കണമെന്ന് അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത ശുപാർശ ചെയ്തിരുന്നു. പിന്നീട് CBI അന്വേഷണത്തിലും LDF സർക്കാർ നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ VD സതീശനെതിരെ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സതീശനെതിരായ എല്ലാ കേസും അവസാനിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു.
അപ്പോൾ അത് തികഞ്ഞും കഴിഞ്ഞ ഗവൺമെൻറ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കേസാണ്. 2 ഡയറക്ടർമാർ, കഴിഞ്ഞ സർക്കാരിലെ ഡയറക്ടർ ഇവിടെയും ഈ കേസിനകത്ത് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള തീരുമാനമാണ് വിജിലൻസ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ എടുത്തത്. അത് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് രാഷ്ട്രീയമായി ഏറെ വേട്ടയാടപ്പെട്ട കേസാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നിർണായക വേളകളിൽ വി.ഡി. സതീശനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്ന പ്രധാന വിഷയം കൂടിയായിരുന്നു പുനർജനി കേസ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹജ്ജ് ഉംറ തീർത്ഥാടക വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ തുടരുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകരെ കുറിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഹജ്ജ് ഉംറ സർവീസ് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് സൗദി പബ്ലിക് സെക്യൂരിറ്റി മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം നടത്തി രാജ്യത്ത് തങ്ങുന്ന ഓരോ തീർത്ഥാടകന്റെയും എണ്ണത്തിനനുസരിച്ച് സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ട പിഴത്തുക വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇത്തരം നിയമലംഘനങ്ങൾ ഉടൻ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മക്ക, മദീന, റിയാദ്, ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ളവർ 911 എന്ന നമ്പറിലും മറ്റു പ്രദേശങ്ങളിലുള്ളവർ 999 എന്ന നമ്പറിലുമാണ് നിയമലംഘന വിവരം അറിയിക്കേണ്ടത്. വിവരങ്ങൾ നൽകുന്ന വ്യക്തികളുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി. എമിറേറ്റ്സ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടറായി സംവിധായികയും നിർമ്മാതാവുമായ സെനോഫർ ഫാത്തിമയെ നിയമിച്ചു. സ്വതന്ത്ര സിനിമകൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര വേദികളും അവസരങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമനം. അന്താരാഷ്ട്ര സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുകയും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകരെ UAE-യിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയ നേതൃത്വത്തിന്റെ പ്രധാന ലക്ഷ്യം. പുതുമുഖ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും സ്വതന്ത്ര സിനിമകൾക്ക് ആഗോള ശ്രദ്ധ നേടിക്കൊടുക്കുന്നതിനും എമിറേറ്റ്സ് ഫിലിം ഫെസ്റ്റിവൽ ഇതിനകം തന്നെ ശ്രദ്ധേയമായ സംഭാവന നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തക, എഴുത്തുകാരി, സംവിധായക, നിർമ്മാതാവ് എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സെനോഫർ ഫാത്തിമ 20-ലധികം സിനിമകളും ഡിജിറ്റൽ പ്രൊഡക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട്. Emirates Film Festival has a lot of potential. So me being introduced as one of the directors for the Emirates Film Festival, I'm looking out, it's going to be one of the best in the next future years. അബുദാബി അൽ വത്ബയിൽ നടക്കുന്ന ഷെയ്ഖ് സായിദ് സമ്മർ ഫെസ്റ്റിവൽ ഉപരാഷ്ട്രപതിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ സന്ദർശിച്ചു. വിദ്യാഭ്യാസ, വിനോദ, സാംസ്കാരിക പരിപാടികൾ നേരിൽ വിലയിരുത്തിയ അദ്ദേഹം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സന്ദർശകരുമായും സംഘാടകരുമായും ആശയവിനിമയം നടത്തി. അതോടൊപ്പം സെപ്റ്റംബറിൽ ഷാങ്ഹായിൽ നടക്കുന്ന വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന UAE ടീം അംഗങ്ങളെയും ഷെയ്ഖ് മൻസൂർ കണ്ടുമുട്ടി. അബുദാബി സെന്റർ ഫോർ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് ആണ് ടീമിന്റെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. യുവ പ്രതിഭകളുടെ നൈപുണ്യ വികസനത്തിനും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ UAE-യുടെ മികവ് ഉയർത്തിക്കാട്ടുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ സന്ദർശനം അടിവരയിടുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ കോൺസുലാർ അപേക്ഷാ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി. സന്ദർശന വേളയിൽ കേന്ദ്രങ്ങളിലെത്തിയ അപേക്ഷകരുമായും ജീവനക്കാരുമായും സംസാരിച്ച അംബാസിഡർ അവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ നേരിട്ട് പരിശോധിച്ചു. എംബസി വഴിയുള്ള സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിലും കാര്യക്ഷമമായും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പ്രതിബദ്ധത അവർ ആവർത്തിച്ചു. കുവൈറ്റിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനുമാണ് ഇന്ത്യൻ എംബസി എപ്പോഴും മുൻഗണന നൽകുന്നതെന്നും അംബാസിഡർ വ്യക്തമാക്കി. കുവൈറ്റിൽ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാതിരിക്കൽ ഉൾപ്പെടെയുള്ള പരാതികൾ സമർപ്പിക്കാൻ സഹൽ ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചു. മാനവ വിഭവശേഷി സമിതി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. തൊഴിൽ നിയമ ലംഘനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും റിപ്പോർട്ട് ചെയ്യുന്നതിനായാണ് പുതിയ സേവനം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും തൊഴിൽ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അധികാരികളെ അറിയിക്കാൻ സഹായകമാകുന്നതാണ് ഈ സേവനം. ശമ്പളം ലഭിക്കാതിരിക്കൽ, തൊഴിലാളികളുടെ അവകാശ ലംഘനം, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കൽ, നിയമവിരുദ്ധമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ തൊഴിൽ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പരാതികളും പുതിയ സേവനം വഴി സമർപ്പിക്കാൻ സാധിക്കും. ഈ സേവനം പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹത്തിനായി നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു. അബുദാബി എമിറേറ്റുമായി ബന്ധപ്പെട്ട തൊഴിൽ, കോൺസുലർ, വിദ്യാഭ്യാസ, ക്ഷേമ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികളും സംശയങ്ങളും എംബസി ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ സമൂഹാംഗങ്ങൾക്ക് അവസരമൊരുക്കും. അതേസമയം പാസ്പോർട്ട് പുതുക്കൽ, പുതിയ രേഖകൾ നൽകൽ, അറ്റസ്റ്റേഷൻ തുടങ്ങിയ കോൺസുലർ സേവനങ്ങൾ ഓപ്പൺ ഹൗസിൽ ലഭ്യമാകില്ലെന്ന് എംബസി വ്യക്തമാക്കി. അബുദാബി എമിറേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായി മാത്രമാണ് ഈ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും എംബസി അറിയിച്ചു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ കമ്മിറ്റി അംഗം അലി തേക്കുതോട് ഉദ്ഘാടനം ചെയ്തു.
വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി സിമി അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനിൽകുമാർ പത്തനംതിട്ട, സഹീർ മാഞ്ഞാലി, ഉമ്മർ മങ്കട, അബ്ദുൽ ഖാദർ ആലുവ തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ജനറൽ സെക്രട്ടറി ആസാദ് പേരൂർ സ്വാഗതവും അസിസ്റ്റന്റ് ട്രഷറർ ഷൗക്കത്ത് പരപ്പനങ്ങാടി നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേന്ദ്ര കാര്യകാരി സമിതി അംഗം ഭയ്യാജി ജോഷി കൊല്ലം അമൃതപുരിയിലെത്തി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ചു. അമ്മയുടെ സാന്നിധ്യം വലിയൊരു അനുഗ്രഹമാണെന്നും അത് ജീവിതത്തിന് പുതിയ വെളിച്ചവും ദിശാബോധവും പകരുന്നതാണെന്നും ഭയ്യാജി ജോഷി പറഞ്ഞു. അമൃതപുരി ആശ്രമത്തിലെ ആത്മീയ അന്തരീക്ഷത്തിൽ ഏറെ നേരം ചിലവഴിച്ച അദ്ദേഹം തുടർന്ന് സന്യാസിമാരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത്. കൊല്ലം അമൃതപുരി ആശ്രമത്തിലെത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേന്ദ്ര കാര്യകാരി സമിതി അംഗം ഭയ്യാജി ജോഷിയെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിമാരും ചേർന്ന് സ്വീകരിച്ചു. ആത്മീയതയും സേവനവും സമന്വയിക്കുന്ന അമൃതപുരി ആശ്രമത്തിൽ ഏറെ നേരം ചെലവഴിച്ച ഭയ്യാജി ജോഷി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച് അനുഗ്രഹം തേടി. ആശ്രമത്തിലെ വിവിധ സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം അടുത്തറിഞ്ഞു. തുടർന്ന് സാമാജിക സദ്ഭാവന കൊല്ലം യൂണിറ്റ് സംഘടിപ്പിച്ച സന്യാസിമാരുടെ സംഗമത്തിൽ പങ്കെടുത്ത ഭയ്യാജി ജോഷി മൂല്യാധിഷ്ഠിത ജീവിതവും സാമൂഹിക ഐക്യവും കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പറഞ്ഞു. അമ്മയെ ദർശിക്കാനും അമ്മയോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമാണെന്നും അമ്മയുടെ സാന്നിധ്യം ജീവിതത്തിന് വെളിച്ചവും ദിശാബോധവും പകരുന്ന വലിയൊരു അനുഗ്രഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. पूज्य अम्मा के संपर्क में आए हैं, ये आपका भाग्य है. भारत में करोड़ों लोग हैं, पर कुछ लोग अम्मा के आश्रम में आए, अम्मा के संपर्क में आए, अम्मा का आशीर्वाद मिलता है. ये हमारा सबका 5वां भाग्य है. इसलिए हमको बहुत आनंद भी है, इसका हमको एक गर्व भी है, एक स्वाभिमान भी है कि हम एक अच्छे समाज में, अच्छे देश में, अच्छे वातावरण में अम्मा के सानिध्य में हम सबको रहने का सौभाग्य प्राप्त हुआ है. സാമൂഹിക ഐക്യം, ദേശീയ കാഴ്ചപ്പാട്, ധാർമ്മിക ബോധം, മൂല്യാധിഷ്ഠിത ജീവിതം, പരസ്പര സ്നേഹവും സഹോദരഭാവവും വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സന്യാസി ശ്രേഷ്ഠരുടെ സംഗമം അമൃതപുരിയിൽ സംഘടിപ്പിച്ചത്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ജീവിത മൂല്യങ്ങളെ ഇല്ലാതാക്കുകയാണെന്നും തത്വചിന്തയ്ക്ക് വിരുദ്ധമായ ജീവിതശൈലി സമൂഹത്തിന് ഗൗരവമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ഭയ്യാജി ജോഷി പറഞ്ഞു. പ്രാദേശികവാദവും ജാതിചിന്തകളും ഇന്ന് ഭാരതം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമൃതപുരിയിലെ സന്യാസിമാരും സന്യാസിനിമാരും ബ്രഹ്മചാരിമാരും ബ്രഹ്മചാരിണിമാരും കൊല്ലത്തെ വിവിധ മഠങ്ങളിലെ സന്യാസി ശ്രേഷ്ഠരും സാമാജിക സദ്ഭാവനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ആത്മീയതയിലൂടെയും മൂല്യാധിഷ്ഠിത ജീവിതത്തിലൂടെയും സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്തേണ്ടതിന്റെ സന്ദേശം ഉയർത്തിക്കാട്ടിയാണ് സംഗമം സമാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമലയിൽ മായം കലർന്ന നെയ്യ് വിതരണം ചെയ്തതിന് പിന്നിൽ മിൽമ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ആസൂത്രിത നീക്കമെന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ക്ഷീരസഹകാരിയും ദേവസ്വം ബോർഡിൽ ഉന്നത പദവി വഹിച്ചിരുന്നയാളുമാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറി നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്യും. ജിദ്ദയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഹസൻ ചെറൂപ്പ രചിച്ച 2 പുസ്തകങ്ങൾ കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. സൗദിയിൽ നിന്നുൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. ജിദ്ദയിലെ മാധ്യമ പ്രവർത്തകൻ ഹസൻ ചെറൂപ്പ രചിച്ച 2 പുസ്തകങ്ങളാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തത്. പ്രവാചകൻ ആവിഷ്കരിച്ച മദീന ചാർട്ടർ വ്യത്യസ്ത മതവിഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന സ്നേഹച്ചരടായിരുന്നുവെന്ന് തങ്ങൾ പറഞ്ഞു. മുസ്ലിം സഹോദരന്മാർ അവർക്ക് പ്രവാചകൻ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യവും അവരോട് കാണിക്കുന്ന സഹിഷ്ണുതയും അതൊക്കെ എത്രത്തോളം കാലിക പ്രസക്തമാണ് എന്ന് പിന്നീട് മദീന ചാർട്ടർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇതൊക്കെ. ടി.പി. ചെറൂപ്പ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥകാരൻ ഹസൻ ചെറൂപ്പ പുസ്തക ആമുഖ പ്രഭാഷണം നിർവഹിക്കുകയും ഡോക്ടർ ഇസ്മായിൽ മരുതേരി പുസ്തക പരിചയം നടത്തുകയും ചെയ്തു. തിരുഗേഹങ്ങളുടെ തിരുമുറ്റത്ത് മക്ക മദീന ചരിത്രപഥങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അബ്ദുറഹ്മാൻ പട്ടർക്കടവിന് കോപ്പി നൽകി മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അള്ളാഹുവിന്റെ അതിഥികൾ ഹജ്ജും ഉംറയും അറിയേണ്ടതെല്ലാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ ജംഷീദ് അഹമ്മദിന് കോപ്പി നൽകി പി.കെ. മുഹമ്മദ് നിർവഹിച്ചു. ഡോക്ടർ യാസീൻ അഷ്റഫ്, ജമാൽ കൊച്ചങ്ങാടി, പി.കെ. പാറക്കടവ്, എം.എ. ഹാരിസ്, ഇസാഖ് പൂണ്ടോളി, സിക്കന്ദർ പൊന്മടത്ത് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകാരനുള്ള ട്രെൻഡ് ബുക്സിന്റെ ഉപഹാരം ട്രെൻഡ് ബുക്സിന്റെ ഡയറക്ടർ നസീർ നച്ചോടൻ സമ്മാനിച്ചു. ഹംസ ഇരങ്ങല്ലൂർ, സതീഷ് കെ സതീഷ്,
TP മുസ്താഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖർ ഉദായി, അമൃത ന്യൂസ്, ജിദ്ദ. എറണാകുളത്ത് ഹോട്ടൽ മുറിയിൽ താമസിച്ച് വൻതോതിൽ രാസലഹരി മരുന്ന് വിൽപ്പന നടത്തിവന്ന യുവാവും യുവതിയും എക്സൈസ് പിടിയിൽ. ആലപ്പുഴ സ്വദേശികളായ മുഹമ്മദ് ഷാഫി, സരിത എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ ലഹരി മരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി. ആലപ്പുഴ സ്വദേശികളായ മുഹമ്മദ് ഷാഫി, സരിത എന്നിവരെ 94.032 ഗ്രാം MDMA-യുമായി എറണാകുളം സൗത്തിലെ ക്വീൻ ഹോട്ടൽ ഇൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തെത്തി ഹോട്ടലുകളിൽ താമസിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. മുഹമ്മദ് ഷാഫി താമസിച്ചിരുന്ന മുറിയിൽ നിന്നും 65.27 ഗ്രാം MDMA-യാണ് പിടികൂടിയത്. ഈ സമയം സരിത ആലപ്പുഴയിൽ MDMA വിൽപ്പനയ്ക്കായി പോയിരിക്കുകയായിരുന്നു. അധികം വൈകാതെ സരിതയെയും എറണാകുളത്തു നിന്നും പിടികൂടി. ഗ്രാമിന് 4000 രൂപ നിരക്കിലാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. MDMA വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ ഫോണും 17,770 രൂപയും കണ്ടെത്തി. കൂടുതൽ ഗ്രാമം മറ്റും കൊണ്ടുവരാനും മറ്റും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ ഇവർ ചെയ്തു വരുന്നൊരു പുതിയ രീതി, ചെറിയ അളവിൽ ശരീരഭാഗങ്ങളിൽ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നൊരു രീതിയാണ് ഇപ്പോൾ പൊതുവെ കാണുന്നത്. കാരണം വൻതോതിൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് പിടിക്കപ്പെടാനും പരിശോധനയും മറ്റും ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട്, അതുമാത്രമല്ല പെട്ടെന്ന് എന്തെങ്കിലും പരിശോധന ഉണ്ടെങ്കിലും ചെറിയ ഗ്രാമക്കാരെ അവർക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാനും എഴുതി കളയാനൊക്കെ പറ്റും. അന്വേഷിച്ച് ചെന്ന് ബാംഗ്ലൂരും മറ്റ് മെട്രോ സിറ്റീസിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം നൈജീരിയ സ്വദേശികളാണ്. ജൂലൈ മാസം 874 ലഹരി കേസുകളാണ് എറണാകുളത്ത് എക്സൈസ് രജിസ്റ്റർ ചെയ്തത്. ഡ്രഗ്സ് ഡ്രോപ്പിംഗ് രീതിയിൽ മെട്രോ പില്ലറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വ്യാപകമായി ലഹരി വിൽപ്പന നടക്കുന്നത്. ഓണം സ്പെഷ്യൽ പരിശോധനകൾ കർശനമായി നടത്തുമെന്ന് എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കള്ള് ഷാപ്പുകൾ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ ശുദ്ധി എന്ന പുതിയ പദ്ധതിയും ആരംഭിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് അജിങ്ക്യ രഹാനെ. ഇതോടെ 10 വർഷത്തിലേറെ നീണ്ട കരിയറിന് വിരാമമായി. ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളും 90 ഏകദിനങ്ങളും 20 20-20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. എല്ലാ ഫോർമാറ്റുകളിലുമായി 8000-ലധികം റൺസും രഹാനെ സ്വന്തമാക്കിയിട്ടുണ്ട്. 2023 വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അദ്ദേഹം തന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം കളിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 12 സെഞ്ചുറികൾ ഉൾപ്പെടെ 5077 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 2 സീസണുകളിൽ രഞ്ജി ട്രോഫി കളിച്ചെങ്കിലും വീണ്ടും ടീമിലേക്ക് പരിഗണിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. യോഗ്യതാ റൗണ്ടിൽ 79.61 മീറ്റർ ദൂരം കണ്ടെത്തിയ നീരജ് ഗ്രൂപ്പ് എയിൽ 5ാം സ്ഥാനക്കാരനായാണ് ഫൈനൽ ഉറപ്പിച്ചത്. ഇന്ത്യയുടെ മറ്റ് ജാവലിൻ താരങ്ങളായ രോഹിത് യാദവും യശ്വീർ സിംഗും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ട്രിപ്പിൾ ജംപ് ഫൈനലിലും ഇന്ത്യ ഇരട്ട മെഡൽ പ്രതീക്ഷയിലാണ്. യോഗ്യതാ റൗണ്ടിൽ പ്രവീൺ ചിത്രവേൽ 16.46 മീറ്ററും സെൽവ പ്രഭു 16.21 മീറ്ററും ചാടി ഫൈനൽ ഉറപ്പാക്കി കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.